എന്റെ കുടുംബവും എന്റെ കുടുംബത്തിലുള്ളവരും നാണം കെട്ടി നിൽക്കുന്നൊരവസ്ഥയുണ്ടാവും. ഇതും സൂര്യയ്ക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തൊരു സ്റ്റൈലാ. തീർത്തു കളയും ഞാൻ എല്ലാത്തിനും കൂടി. സൂര്യ കാണുന്നില്ലല്ലോ. അളിയനെ നോക്കി നിൽക്കുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അർദ്ധരാത്രി ആയിരുന്നെങ്കിൽ അളിയൻ ചിലപ്പോൾ തിരിച്ചു വരുമായിരുന്നു. ഞാൻ പൊക്കോട്ടെ ഇന്ദ്രജയ്, എനിക്ക് ഓഫീസിൽ കുറച്ച് ജോലിയുണ്ട്. മിണ്ടാതെ അവിടെ നിന്നാ മതി. സൂര്യ വരുമ്പോ നമ്മൾ 3 പേരും കൂടി വേണം ഈ വിവാഹം മുടക്കണമെന്ന് അവനോട് പറയാൻ. അല്ലാതെ വിവാഹം നടന്നാലുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ നഷ്ടം. ഏട്ടാ, വിശ്വനാഥൻ സാറിന്റെ മോളി വീട്ടിലേക്ക് കാലെടുത്ത് കുത്തിയാ പിന്നെ അവള് പറയുന്നത് മാത്രമേ മമ്മി കേൾക്കൂ. അവൾ ആദ്യം പറയാൻ പോകുന്നതേ വിവാഹം കഴിച്ച പെണ്ണുങ്ങള് ഭർത്താവിന്റെ വീട്ടിൽ പോയി നിൽക്കാനാ. എന്നുവെച്ചാ നിങ്ങൾ രണ്ടാളും പുറത്തു പോകേണ്ടി വരും. എങ്ങോട്ട്? നീ സേഫ് ആണെന്നാണോ കരുതിയിരിക്കുന്നത്? ഞങ്ങൾക്ക് എന്താണോ സംഭവിക്കുന്നത് അത് തന്നെയായിരിക്കും നാളെ നിന്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. അതുകൊണ്ട് സൂക്ഷിച്ചോ. എന്ത് വില കൊടുത്തും ഈ കല്യാണം നമ്മൾ മുടക്കും. എത്ര നല്ല മക്കളല്ലേടി. സ്വന്തം കുടുംബത്തിന്റെ അടിത്തറ തോണ്ട മത്സരിക്കൽ കണ്ടില്ലേ? വെറുതെ നമ്മളൊന്നും പറയാൻ നിൽക്കണ്ട. അവരുടെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ. ഞാൻ പറയും. ആര് വൃത്തിയായിട്ട് കാണിച്ചാലും അവരുടെ മുഖത്ത് നോക്കി പറയേണ്ടത് ഞാൻ പറഞ്ഞിരിക്കും. നീ എന്തിനാടി പേടിക്കുന്നേ? നമ്മൾ ഇവിടുത്തെ ജോലിക്കാരാണെന്നുള്ളത് സത്യമാണ്. പക്ഷെ നമുക്ക് നമ്മുടേതായ സ്വാതന്ത്ര്യമുണ്ട്.